മുമ്പ് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലൂടെ എന്താണ് തൗഹീദിന്റെ പ്രാധാന്യം, തൗഹീദിന്റെ വിധി എന്താണ്, ഒരാൾ തൗഹീദ് അറിഞ്ഞിരിക്കേണ്ടതിന്റെ ഗൗരവം എത്രയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചു വെച്ചത്. അതായത് ചുരുക്കി പറഞ്ഞാൽ തൗഹീദ് നിർബന്ധമാണ്, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. തൗഹീദ് നിർബന്ധമാണ് എന്നറിയിക്കുന്നതിന്റെ തെളിവുകൾ എന്തെല്ലാം എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ തൗഹീദിന്റെ പ്രാധാന്യമാണ് നമ്മൾ വിവരിക്കുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കിതാബു തൗഹീദ് എന്ന തന്റെ ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ അധ്യായമായി കൊണ്ടുവന്നിട്ടുള്ളത് ബാബു തൗഹീദി വമാ യുകഫിറു മിനദ്ദുനൂബ്, തൗഹീദിനെ കുറിക്കുന്ന അധ്യായം. അതോടൊപ്പം തന്നെ ആ തൗഹീദ് പാപങ്ങളെ പുറത്തു കളയുന്നുണ്ട്, പാപങ്ങൾ തൗഹീദിലൂടെ പൊറുക്കപ്പെടുന്നുണ്ട്, മായ്ക്കപ്പെടുന്നുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന അധ്യായമാണ്. ഇവിടെ ബാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകം ആരംഭിക്കുന്നത്. ബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യായം എന്നാണ് അർത്ഥം. അതായത് ഒരു ഗ്രന്ഥം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഗ്രന്ഥത്തെ അധ്യായങ്ങളായി തരംതിരിക്കും. അധ്യായത്തെയാണ് അറബിയിൽ ബാബ് എന്ന് പറയാറുള്ളത്. അപ്പൊ ഈ അധ്യായത്തിൽ പറയുന്നത് തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒരു ആയത്തും ചില്ലറ ഹദീസുകളുമാണ് ഈ ഒരു അധ്യായത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ അധ്യായത്തിന്റെ തലക്കെട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഫദ്ലു തൗഹീദ്, തൗഹീദിന്റെ ശ്രേഷ്ഠത എന്നാണ്. തൗഹീദിന്റെ ശ്രേഷ്ഠത. വമാ യുകഫിറു മിനദ്ദുനൂബ്, ആ തൗഹീദ് പാപങ്ങളെ പൊറുക്കുന്നുണ്ട്, പാപങ്ങൾ ആ തൗഹീദിലൂടെ പൊറുക്കപ്പെടുന്നുണ്ട് എന്നാണ്. അതായത് തൗഹീദിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. എഴുതിയാലും പറഞ്ഞാലും തീരാത്തത്ര ശ്രേഷ്ഠതയാണ് തൗഹീദിനുള്ളത്. കാര്യങ്ങളിൽ തൗഹീദിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. വലിയ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ മറ്റു സൽക്കർമ്മങ്ങൾക്കില്ലാത്ത എല്ലാ ശ്രേഷ്ഠതകളും, മറ്റു സൽക്കർമ്മങ്ങളായി നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അതിനേക്കാളും എത്രയോ ഉന്നതമാണ് തൗഹീദ്. എഴുതിയാലും പറഞ്ഞാലും തീരാത്ത വിഷയമാണ് തൗഹീദ് എന്ന വിഷയം. അത്രയും പ്രാധാന്യമാണ് തൗഹീദിനുള്ളത്. കാര്യങ്ങളിൽ ഏറ്റവും ഉന്നതമായതും മഹനീയമായതും മഹത്തരമായതുമാണ് തൗഹീദ്. തൗഹീദാണ് ദീനിന്റെ അടിസ്ഥാനം, തൗഹീദാണ് ദീനിന്റെ നെടുംതൂണ്, തൗഹീദാണ് ഇസ്ലാം മൊത്തം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ, കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ പ്രബോധനത്തിന്റെ കാതലായ വിഷയം തൗഹീദായിരുന്നു. ആദ്യം അവർ തൗഹീദായിരുന്നു പ്രബോധനം ചെയ്തിരുന്നത്. എന്തിനേറെ കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയും തൗഹീദാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കന്മാരും തൗഹീദായിരുന്നു ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന്. അതായത് തൗഹീദിന്റെ പഠനത്തിലൂടെയാണ് ഒരാളുടെ ഈമാൻ വർദ്ധിക്കുന്നതും, ഒരാളുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നതും, ഒരാളുടെ മനസ്സിന് ശക്തി ലഭിക്കുന്നതും തൗഹീദിന്റെ പഠനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഈമാൻ കാര്യത്തിൽ ആദ്യത്തെ വിഷയമെന്നത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എത്ര കണ്ട് അവന്റെ ഹൃദയത്തിൽ രൂഢമൂലമാകുന്നുവോ അതിനനുസൃതമായിട്ട് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും അവന്റെ ഹൃദയത്തിലേക്ക് കയറുക. എന്നാൽ അള്ളാഹുവിലുള്ള വിഷയത്തിൽ, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പല വിഷയങ്ങളിലും അവൻ അപജയം സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എവിടെയെങ്കിലും വിശ്വാസത്തിൽ വിള്ളലുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിള്ളലുണ്ട് എങ്കിൽ നമ്മൾ മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കുള്ള വിശ്വാസത്തിലാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ എന്തോ ഒരു കുറവെനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഒന്നാമത്തെ തൗഹീദിന്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട്
കൊടുത്തിട്ടുള്ള ആയത്ത് സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്താണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന യാതൊരു കൂട്ടം ആളുകൾ, ആമനു അവർ വിശ്വസിച്ചു, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ അവരുടെ ഈമാനിൽ അക്രമം കലർന്നിട്ടില്ല എന്നാണ്. ഈമാനിൽ അക്രമം കലരാത്ത ആളുകൾ, അത്തരം ആളുകൾക്ക് ഉലൈക ലഹുമുൽ അംനു അവർക്ക് നിർഭയത്വമുണ്ട്, അവർക്ക് മാത്രമാണ് നിർഭയത്വം. വഹും മുഹ്തദൂൻ അവർക്കാണ് ഹിദായത്ത്, അവർക്കാണ് സന്മാർഗം, അവർക്കാണ് നേർമാർഗം പുൽകാൻ സാധിക്കാന്ന്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ, റസൂലിന്റെ സന്തത സഹചാരികൾക്ക് ഏറെ പ്രയാസമുണ്ടായിന്ന്. അവരെ വല്ലാത്ത ദുഃഖത്തിലേക്ക് ഈ ഹദീത്ത് തള്ളി നീക്കി. അവരെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടനെ തന്നെ ചോദിക്കുകയാണ്, അയ്യുന ലം യദ്ലിം നഫ്സഹു നമ്മുടെ കൂട്ടത്തിൽ ആരാണ് സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്യാത്തത്? നമ്മുടെ കൂട്ടത്തിൽ തിന്മ ചെയ്യാത്തവരായ ആരുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കുല്ലു ബനി ആദം സന്തതികളിലെ എല്ലാ ആളുകളും തെറ്റ് ചെയ്യുന്നവരാണ്, എല്ലാ ആളുകളിൽ നിന്നും തെറ്റുകൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും തെറ്റുകളുണ്ട്. സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്യാത്ത ആരാണുള്ളത് റസൂലേ? അപ്പൊ ഈ ആയത്ത് പറയും പ്രകാരമാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവൂല? നിർഭയത്തുണ്ടാവൂല, നമുക്ക് ഹിദായത്ത് ലഭിക്കൂല എന്നല്ലേ ഈ ആയത്ത് പറയുന്നത് എന്ന്. അതായത് ഒരു ആയത്ത് അവതരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് സ്വന്തം ജീവിതത്തിലേക്ക് തട്ടിക്കുകയും അത് തന്റെ ജീവിതത്തിൽ എത്രത്തോളം ബാധകമാകുന്നു എന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു എന്നുകൂടി ഈ പറയുന്ന സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലൈസ കമാ തളുന്നൂൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല വിഷയം, മറിച്ച് ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞതുപോലെയാണ് വിഷയം. എന്താണ് മകനോട് പറഞ്ഞത്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം. ഓ പൊന്നുമോനെ, നീ ശിർക്ക് ചെയ്യരുത് എന്നാണ്, നീ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക തീർച്ചയായും ശിർക്ക് എന്നത് ലദുൽമുൻ അലീം വമ്പിച്ച പാതകമാണ്, വമ്പിച്ച തിന്മയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് ഇവിടെ ഉദ്ദേശിച്ച അക്രമം എന്നത് ശിർക്കാണ്. ജീവിതത്തിൽ ശിർക്കുണ്ടായാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് നിർഭയത്വം എടുത്തു മാറ്റപ്പെടും. ജീവിതത്തിൽ ശിർക്കുണ്ടായാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് ഹിദായത്ത് എടുത്തു മാറ്റപ്പെടും. സന്മാർഗം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുന്ന ഷിർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ. എന്നാൽ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായ ഒരു നിർഭയത്വം, പൂർണ്ണമായ ഹിദായത്ത് ലഭിക്കുക പൂർണ്ണമായും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ്. ളുൽമ് എന്ന അറബി പദം അതിനെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് വദ്ഉ ശൈഇ ഫീ ഗൈരി മൗളിഇഹി, ഏതൊരു സ്ഥലത്താണോ ഒരു കാര്യത്തെ വെക്കേണ്ടത് അതല്ലാതെ വേറൊരു സ്ഥലത്ത് വെക്കുന്നതിനെയാണ് ളുൽമ് എന്ന് പറയുക. തെറ്റുകൾ എന്നത് ളുൽമാൻ. ഏത് തെറ്റ് പരിശോധിച്ചു കഴിഞ്ഞാലും ളുൽമാൻ. കാരണം അള്ളാഹുവിനെ ധിക്കരിക്കലാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ നിരസിക്കലാണ്, അള്ളാഹുവിന്റെ നിരോധനങ്ങളെ മുഖവിലക്കെടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ തെറ്റും അക്രമമാണ്. പക്ഷെ ഏറ്റവും വലിയ അക്രമം എന്നത് ശിർക്കാണ്. ഏറ്റവും വലിയ അക്രമം എന്നത് ശിർക്കാണ്. ആ ശിർക്കുണ്ടായി കഴിഞ്ഞാൽ ഒരു നിലക്കും നിർഭയത്തുണ്ടാകൂല. ആ ശിർക്ക് ജീവിതത്തിൽ ഉണ്ടായാൽ ഒരു നിലക്കും നിർഭയത്തുണ്ടാകൂല. എന്നാൽ നേരെ മറിച്ച് അവന്റെ ജീവിതത്തിൽ ശിർക്കില്ലെങ്കിൽ നിർഭയത്തുണ്ടാകും. പക്ഷെ പൂർണ്ണമായ നിർഭയത്വത്തിലേക്ക് എത്തണമെങ്കിൽ അവൻ സൽക്കർമ്മങ്ങളിൽ നിരതരാകണം, തെറ്റുകളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് പൂർണ്ണമായ നിർഭയത്വം ഒരാൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക എന്ന്. അല്ലാത്തിടത്തോളം കാലം പൂർണ്ണമായ ഒരു അമ്നിലേക്ക്, നിർഭയത്വത്തിലേക്ക് എത്തൂല. എന്താണ് നിർഭയത്വം എന്ന് പറയുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത് അത്തുമഅനീനതു ഫിന്നഫ്സി ഹാദാ യത്തുമഅനീനതുൽ ഹഖീഖിയ്യ, അതായത് മനസ്സിന് സമാധാനം ഉണ്ടാകുക എന്നുള്ളതാണ് നിർഭയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിർഭയത്വത്തോടുകൂടി ആരെയും ഭയപ്പെടാതെ എഴുന്നേൽക്കാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ നിർഭയത്വത്തോടുകൂടി സമൂഹത്തിലൂടെ പ്രബോധനം ചെയ്യാൻ സാധിക്കുക, നിർഭയത്വത്തോടുകൂടി ആളുകളോട് ഇടപഴകാൻ സാധിക്കുക, ഇതെല്ലാമാണ് നിർഭയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ആ നിർഭയം നഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ. അത് തൗഹീദില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിർഭയത്വവും അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നാൽ
അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജാറത്തിൽ നിന്ന് അടുത്ത ജാറത്തിലേക്ക് അവർ പോകുന്നു. എന്തിനു വേണ്ടി? അവരുടെ പ്രയാസങ്ങൾ ഈ പറയുന്ന ആളുകൾ നീക്കിക്കൊടുക്കുമെന്നതിന്റെ പേരിൽ ഒരു ഉറൂസിൽ നിന്ന് മറ്റൊരു ഉറൂസിലേക്ക് ഇങ്ങനെ പോകാൻ തേടി തേടി അവർ യാത്ര പോകാൻ. മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും എല്ലാ ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പല സ്ഥലത്തേക്കും ഈ ഉറൂസുകൾ തേടി യാത്ര പോകുന്നു. ഒരു ഏലസിൽ നിന്ന് മറ്റൊരു ഏലസിലേക്ക്, ഒരു തങ്ങളിൽ നിന്ന് മറ്റൊരു തങ്ങളിലേക്ക്, ഇങ്ങനെ നിർത്താതെ ഓടുകയാണ് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു. എന്നാൽ വളരെയധികം പ്രയാസം സഹിക്കുന്ന ഒരു മനുഷ്യൻ, ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു മനുഷ്യൻ, അവനെ അല്ലാഹു അല്ലാതെ ആരാണ് സഹായിക്കാനുള്ളത് എന്ന് അല്ലാഹു ചോദിക്കാൻ. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലാഹു അല്ലാതെ ആര് സഹായിക്കും? വയക്ഷിഫു സ്സൂഅ വയജ്അൽകും ഖുലഫാഅൽ അർദി അഇലാഹും മഅല്ലാഹ്. അല്ലാഹു ചോദിക്കാൻ അവന്റെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു നീക്കി കൊടുക്കുന്ന. അല്ലാഹു ഖുർആനിൽ ഒരു വ്യക്തിയുടെ, ഒരു അടിമയുടെ ബുദ്ധിമുട്ട് നീക്കി കൊടുക്കുമെന്ന് പറയുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ബഹുഭൂരിഭാഗം വരുന്ന ആളുകളും ആ ആയത്തുകൾ കാണാതെ പോലെ, ഈ ആയത്തുകളൊന്നും മനസ്സിലാക്കാത്ത നിലയിൽ എന്ത് ചെയ്യാണ്? പിന്നെയും പിന്നെയും ശിർക്ക് ചെയ്തുകൊണ്ടേയിരിക്കാൻ. എന്നിട്ട് ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് ഖലീലമ്മാ തദക്കറൂൻ. ഇവർ ചിന്തിക്കാത്ത ആളുകളാണ്, ഇവർ വളരെ കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ, വളരെ കുറച്ചേ ആലോചിക്കുന്നുള്ളൂ. അതുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ആളുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആയത്തുകൾ കേൾക്കാനോ ഹദീസുകൾ കേൾക്കാനോ അവർ ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന്. മറിച്ച് നമ്മൾ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ, ഹദീസ് ഓതി കൊടുക്കുമ്പോൾ അവരെന്ത് പറയും? വേറെ പല കിതാബുകളുടെ പേരാണ് അവർ പറയാറുള്ളത്. മറിച്ച് ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ പലപ്പോഴും അവർ തയ്യാറാകുന്നില്ല എന്നതാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് വല്ലാത്ത നിർഭയത്താണ്. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയുടെ പേരിൽ എവിടേക്കും നമുക്ക് യാത്ര പോകേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഏലസിൽ നമ്മുടെ അഭയം പ്രാപിക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ നമ്മെപ്പോലെ ചിന്തിക്കുകയും നമ്മെപ്പോലെ എല്ലാ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ചെയ്യുന്ന ഒരു അടിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ അടിമയുടെ അടുക്കൽ പോയി നമ്മുടെ വിഷമങ്ങൾ പറയേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ അടിമകളെയും സൃഷ്ടിച്ച ഉടമസ്ഥനായ റബ്ബിലേക്ക് കൈ നീട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ അമ്ന്, ഏറ്റവും വലിയ നിർഭയത്വം അത് തൗഹീദിലൂടെയാണ്. അത് ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും തന്റെ സമൂഹവും മുമ്പിലുള്ളത് കടലാണ്. ആർത്തിരമ്പുന്ന കടലിന്റെ മുമ്പിലാണ് മൂസാ നബിയും സമുദായവും ഉള്ളത്. ഫിർഔനും കൂട്ടരും തന്റെ പിന്നിലുണ്ട്. വളരെ കുറച്ച് മാത്രമേ അവർ രണ്ട് വിഭാഗത്തിനുമിടയിൽ വളരെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ. അവിടെ അറബിയിൽ ഇന്നാ ലമുദ്റകൂൻ എന്ന പദം അറബി ഭാഷയിലൂടെ വായിച്ചു നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, ഒരു സംശയമില്ല, ഇപ്പം തെയ്യും നമ്മെ ആളുകൾ പിടിക്കുന്ന. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതോ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്. അതായത് ശത്രു പിന്നിൽ സജ്ജമായ സൈന്യത്തോടുകൂടി വന്ന് പിടികൂടാൻ ശ്രമിക്കുന്ന ആ നേരം, അതിന്റെ മുമ്പിൽ കടലുണ്ട്, ഇതിനെ ഭേദിച്ചുകൊണ്ട് റബ്ബിന്റെ ശക്തി എന്നിലേക്ക് വരും എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറയാൻ പ്രേരിപ്പിച്ചത് തൗഹീദാണ്. ആ തൗഹീദാണ് ഏറ്റവും വലിയ നിർഭയത്വം എന്നാണ്, ഏറ്റവും വലിയ നിർഭയത്വം. അത് ജീവിതത്തിലൂടെ തെളിയണം. ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റണം, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എന്ത് ചെയ്യും? എനിക്ക് വഴി കാണിച്ചു തരും എന്ന് പറയാൻ പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരച്ചുവട്ടിൽ കിടക്കുകയാണ്, വിശ്രമിക്കാൻ വേണ്ടി മരച്ചുവട്ടിൽ കിടക്കുന്നു, വാള് തൂക്കി വെക്കുന്നു. ആ സമയത്ത് ഒരു ശത്രു വന്നിട്ട് വാളെടുത്ത് റസൂലിന്റെ മുന്നിൽ നിൽക്കുകയാണ്. റസൂൽ എഴുന്നേറ്റു. ആ സമയത്ത് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, മൻ യംനഉക മിന്നി, അല്ലയോ റസൂലെ, താങ്കളെ എന്നിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുത്തുക? വാളും പിടിച്ചിട്ട് റസൂല് തൂക്കിയ വാള് അതെടുത്ത് ഊരിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹ് എന്തെയും എന്നെ നിന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. വാള് കയ്യിൽ നിന്ന് വീണു എന്നാണ്. എന്നിട്ട് റസൂല് വാളെടുത്തിട്ട് റസൂൽ അതേ ചോദ്യം ചെയ്തു, തിരിച്ചു ചോദിച്ചു. ആ സമയത്ത് ശത്രു പറഞ്ഞു,
റസൂലെ താങ്കളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ശത്രു പറഞ്ഞു എന്നാണ്. അപ്പൊ അവിടെ അള്ളാഹു എന്ന മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നിർഭയത്വത്തോടു കൂടി പറയാൻ റസൂലിനെ പ്രേരിപ്പിച്ചത് തൗഹീദാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് തൗഹീദാണ് ദീന് മുഴുവനും, തൗഹീദാണ് ദീന് മുഴുവനും എന്നാണ്. അതുകൊണ്ട് ദുനിയാവിൽ നിർഭയത്തുണ്ടാകും. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിർഭയത്വം നൽകിയത് തൗഹീദാണ്. അതുകൊണ്ട് ദുനിയാവിൽ നമുക്ക് നിർഭയത്തുണ്ടാകും. ഇനി ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അവിടെയും നിർഭയത്തുണ്ടാകുന്നതാണ്. വഹും ഫിൽ ഖുറുഫാതി ആമിനൂൻ. ഉന്നതമായ സൗധങ്ങളിൽ, ഉന്നതമായ മുറികളിൽ അവർ വളരെ നിർഭയരായി കഴിയുന്ന ആളുകളായിരിക്കും തൗഹീദുള്ള ആളുകൾ. സൂറത്തു നംലിലെ 89-ാമത്തെ ആയത്തിൽ വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ. എല്ലാ ആളുകളും പേടിച്ച് ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ഒരു ദിവസം. അന്ന് തൗഹീദുള്ള ആളുകളെ യാതൊരു ദുഃഖം, യാതൊരു പേടിയും അവരെ ബാധിക്കുകയില്ല എന്നാണ്. അതോടൊപ്പം തന്നെ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അവർക്ക് ഹിദായത്തും ഉണ്ടാകുന്ന, അതായത് സൽക്കർമ്മങ്ങൾ ചെയ്യാനും നന്മകൾ സ്വീകരിക്കാനും അവർക്ക് ഒരു തുറവി തൗഹീദിലൂടെ ലഭിക്കും. എന്നാൽ തൗഹീദ് ഇല്ലെങ്കിലോ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കൂല. തൗഹീദില്ലാത്ത ആളുകളെ പരിശോധിച്ച് നോക്കി, എത്ര കർമ്മങ്ങൾ അവർ ചെയ്യുന്നു. ഒന്നും സുന്നത്തിന്റെ യാതൊരു കയ്യൊപ്പും അതിനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത നന്മകളാണ് അവരിൽ അധികം ആളുകളും ചെയ്യുന്നത്. അത് നന്മയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് അടിസ്ഥാനപരമായ തൗഹീദ് ലഭിക്കാതെ പോയപ്പോൾ അത് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നന്മകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നാണ്. എന്നാൽ തൗഹീദുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹിദായത്തിൽ വർധനവുണ്ടാകും. രണ്ടാമത്തേത്, ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ ആ തൗഹീദ് സഹായിക്കുന്നുള്ളതാണ്. ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കും. എന്നാൽ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലായിരിക്കും അവന്റെ വാസസ്ഥലം. തൗഹീദുള്ള ഒരാളുടെ വാസസ്ഥലം സ്വർഗത്തിലായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദ് ഉണ്ടോ, രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത്. ഒന്ന് നിർഭയത്വം ഉണ്ടാകും, രണ്ടാമത്തേത് ജീവിതത്തിൽ സന്മാർഗം സ്വീകരിക്കാൻ, ധാർമ്മികമായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, നന്മയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവനെ സഹായിക്കും. എന്നാൽ തൗഹീദില്ലെങ്കിൽ നിർഭയത്വം ഉണ്ടാവുകയില്ല, അതോടൊപ്പം സന്മാർഗം തിരിച്ചറിയാനും സാധിക്കൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിന്റെ വിഷയത്തിൽ ആദ്യമായി ആരംഭിച്ചത് തൗഹീദാണ്. കാരണം അതൊരാളുടെ ഹൃദയത്തിലേക്ക് കയറിയാലേ ബാക്കിയുള്ളതെല്ലാം കയറുകയുള്ളൂ. ആ ഹിദായത്ത് ലഭിച്ചാലേ ബാക്കിയുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ തുറവി ലഭിക്കുകയുള്ളൂ എന്ന്. ഇതാണ് ഒന്നാമത്തെ തൗഹീദിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ള ആയത്ത്. രണ്ടാമത്തേത് തൗഹീദിന്റെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്നത് ഒരു ഹദീസാണ്. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെങ്കിലും ഒരാൾ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് സാക്ഷ്യം വഹിച്ചു. വഹ്ദഹു ലാ ശരീക ലഹ്. അവൻ ഏകനാണ്, അവനൊരു പങ്കുകാരനുമില്ല. വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. മുഹമ്മദ് എന്നത് അല്ലാഹുവിന്റെ അടിമയും അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു. ഈസാ നബി എന്നത് അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ പ്രവാചകനുമാണ് എന്നിങ്ങനെയുള്ള ദീർഘമായ ഹദീസാണ് ഈ വിഷയത്തിൽ രണ്ടാമതായി തൗഹീദിന്റെ ശ്രേഷ്ഠതയെ അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് അവസാനം പറയുന്നത് ഹത്ത അദ്ഖലഹു അല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ. അവന്റെ പ്രവർത്തനത്തിന് അനുസൃതമായി കൊണ്ട് അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന. എന്ത് ചെയ്തു കഴിഞ്ഞാൽ മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അതോടൊപ്പം തന്നെ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അതിൽ ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിൽ നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടത് ആ ഹദീസിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു ഹദീസാണ് എന്നുള്ളതാണ്. തൗഹീദിന്റെ പ്രാധാന്യത്തെ കുറിക്കുന്ന ഹദീസുകളിൽ ഏറ്റവും ഉന്നതമായ ഹദീസ് തുടങ്ങുന്നത് മൻ ഷഹീദ. ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ. ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ ആ കാര്യം നമ്മൾ കൃത്യമായി അറിയണം. എങ്ങനെയാണോ അറിയേണ്ടത് അതുപോലെ പൂർണ്ണമായ അറിവുള്ള വിഷയത്തിലാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. പൂർണ്ണമായ അറിവില്ലാത്തിടത്തോളം കാലം ഒരു വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, സാക്ഷ്യം വഹിക്കുക സാധ്യമല്ല. അതുകൊണ്ട് മൻ ഷഹീദ, ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ എന്നതിന്റെ ഉദ്ദേശം അവന് ഇൽമുണ്ടാകണം, അറിവുണ്ടാകണം. ആ അറിവിനോടൊപ്പം തന്നെ യഖീൻ ഉണ്ടാകണം, ദൃഢമായ വിശ്വാസം ഉണ്ടാകണം.
ആ ദൃഢമായ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദൃഢമായ വിശ്വാസം അമലുകൾ പ്രേരിപ്പിക്കുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ പ്രേരിപ്പിക്കും. അവിടെ തൗഹീദിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന വിഷയത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി ഓൻ സ്വർഗത്തിലാണെന്ന്. അവിടെ ഉദ്ദേശം എന്താണ്? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സമയത്ത് എന്തൊക്കെ മാനദണ്ഡങ്ങളാണോ അവൻ ജീവിതത്തിൽ പാലിക്കേണ്ടത് അത് പാലിച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വർഗമാണെന്നാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാൻ പാടില്ല, ആരാധനയിൽ പൂർണ്ണമായും അള്ളാഹുവിനെ മാത്രമേ ലക്ഷ്യം വെക്കാൻ പാടുള്ളൂ. ഇങ്ങനെ എല്ലാ നിബന്ധനകളും എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് എന്നാണ്. ഒരിക്കൽ വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന ഖാല ബല. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല സ്വർഗത്തിന്റെ താക്കോല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. പക്ഷേ വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുതിഹ ലക വഇല്ലാ ലം യുഫ്തഹ് ലക. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ താക്കോലാണ്, പക്ഷേ അതിന് 2 പല്ലുകളുണ്ട് എന്ന്. 2 പല്ലുകളുണ്ട്. ആ 2 പല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ എന്ന്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. നിഷേധവുമുണ്ട്, സ്ഥിരപ്പെടുത്തലുണ്ട്. അല്ലാത്ത എല്ലാ ആളുകളെയും നിഷേധിക്കുന്നു, അള്ളാഹുവിനെ മാത്രം സ്ഥിരപ്പെടുത്തുന്നു. അങ്ങനെ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട് എന്നാണ് പറയുന്നത്. മൻ ഷഹിദ, ആരെങ്കിലും സാക്ഷ്യം വഹിച്ചു, അന്നഹു മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൻ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്, അന്ന എന്നല്ല, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചില ആളുകൾ ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിലൊക്കെ അഷ്ഹദു അന്ന എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നൂന് എഴുതുമെങ്കിലും ഉച്ചാരണത്തിൽ അത് വരികയില്ല എന്നാണ്. ഉച്ചാരണത്തിൽ അത് ഉപയോഗിക്കൂല. മൻ ഷഹിദ, ആരെങ്കിലും സാക്ഷ്യം വഹിച്ചു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, വഹ്ദഹു അവൻ ഏകനാണ്. വീണ്ടും ഉറപ്പിക്കണം, അല്ലാഹ് മാത്രമാണ് എന്നതിനെ വീണ്ടും ഉറപ്പിക്കുന്നു. ലാ ശരീക ലഹു, ഒരു പങ്കുകാരനും അവനില്ല. അതായത് ലാ ഇലാഹ എന്ന് പറഞ്ഞല്ലോ, ഒരു ഇലാഹുമില്ല എന്നതിനെ ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അള്ളാഹു അല്ലാതെ യാഥാർത്ഥ്യമായ നിലക്ക് ഒരു ഇലാഹുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, അതെല്ലാം അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ആര് മാത്രമായിരിക്കണം? അള്ളാഹു മാത്രമായിരിക്കണം എന്നുള്ളതാണ്. ഉലമാക്കളും സഹാബാക്കളും എല്ലാ ആളുകളും പറയുന്ന വിഷയമാണ്, മാ ജാഹദ്തു നഫ്സി അലാ ഷൈഇൻ മുജാഹദതുഹു അലൽ ഇഖ്ലാസ്. ഇഖ്ലാസിനു വേണ്ടി ഞാൻ പണിപ്പെട്ട അത്ര മറ്റൊന്നിനും ഞാൻ പണിപ്പെട്ടിട്ടില്ല എന്നാണ്. വളരെ പ്രയാസമാണ് ഇഖ്ലാസോടുകൂടി ഒരു അമല് ചെയ്യുക എന്നത്. അതിൽ നമ്മൾ ഒരാളുടെ തൃപ്തിയും പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു അമല് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരാളിൽ നിന്നും ഒരു തൃപ്തി പോലും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ്. ഒരു നന്ദി വാചകം പോലും പ്രതീക്ഷിക്കാൻ പാടില്ല. അത് ഏത് സൽക്കർമ്മങ്ങളായാലും ശരി. നമ്മൾ പള്ളി അടിച്ചു വാരുന്നു, നമ്മൾ ഒറ്റക്ക് ആരോടും ചോദിക്കാതെ ആരും പറയാതെ തന്നെ നമ്മൾ വൃത്തിയാക്കുന്നു. എന്നിട്ട് പള്ളി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ആരും നമ്മെ പുകഴ്ത്തുന്നില്ല, അല്ലെങ്കിൽ ആരും നമ്മോട് ഒരു നല്ല നിലക്കുള്ള ഒരു വാക്ക് പോലും പറയുന്നില്ല. ആ സമയത്ത് നമ്മൾ പറയാണ്, എന്താലേ പള്ളി മൊത്തം അടിച്ചു വാരി, എന്തെങ്കിലും ഒന്ന് പറയാ, കണ്ടിട്ടൊന്നും പറയാതെയാണല്ലോ പോയത് എന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നിഷ്ഫലമാണ്. നമ്മുടെ ഉദ്ദേശം റബ്ബ് മാത്രമായിരിക്കണം, നമ്മുടെ ഉദ്ദേശം റബ്ബ് മാത്രമായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സമാധാനം ഉണ്ടാകും. നമ്മൾ ആരിൽ നിന്നും ഒന്നും എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ്. സൃഷ്ടികളിൽ നിന്ന് എന്ത് ചെയ്യാണ് നമ്മൾ പ്രതീക്ഷിക്കാണ്, അവർ നമ്മെ സ്നേഹിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു, അവരിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചു കഴിഞ്ഞാലോ ഒരു വിഷമവും അവനെ ബാധിക്കൂല എന്നുള്ളതാണ്. ഒരു പ്രയാസവും അവനെ ബാധിക്കൂല. അതുകൊണ്ടാണ് ഇഖ്ലാസിനാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത്. എത്ര കണ്ട് ഒരാൾ നിഷ്കളങ്കനാണോ അത്ര കണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, അത്ര കണ്ട് അവന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. എന്നാൽ എത്രത്തോളം നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെടുന്നുണ്ടോ
അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഒരു നിസ്കാരം നിസ്കരിച്ചു കഴിയുമ്പോൾ ആ നിസ്കാരത്തെക്കുറിച്ച് ആലോചിക്കണം. എന്താണ് എൻ്റെ നിസ്കാരത്തിന്റെ അവസ്ഥ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്ത് എന്ന് കൂടി ആലോചിക്കണം. ഈ സൽക്കർമ്മത്തിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹു സ്വീകരിക്കും? ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു എൻ്റെ നിയത്ത്? അള്ളാഹുവിനെ മാത്രമാണോ ഞാൻ ലക്ഷ്യം വെച്ചത്? അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മളെ ഒരാൾ ക്ഷണിക്കുമ്പോൾ, ഓനല്ലേ വിളിച്ചത്, ഇനി എങ്ങനെ പോകാതിക്കുക, ഓൻ വിളിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് പോകാതിക്കാൻ പറ്റൂല എന്ന നിലക്കാണ് നമ്മൾ പോകുന്നതെങ്കിലോ ആ പോക്കിന് അർത്ഥമില്ല. ആ പോക്കിന് നമുക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കൂല. എന്നാൽ നേരെ മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന ഒരു മജ്ലിസാണ്, ഒരു കൂട്ടം ആളുകളാണ് അവിടെ ഉള്ളത്, അള്ളാഹുവിന്റെ അറിവാണ് നമുക്ക് അവിടെ പറഞ്ഞു തരുന്നത് എന്ന ലക്ഷ്യത്തിലാണ് വരുന്നതെങ്കിൽ അവൻ അവിടെ വന്ന് കിടന്നുറങ്ങിയാലും അവന് പ്രതിഫലം ഉണ്ടാകും. അതേ സമയത്ത് അങ്ങനെയല്ലെങ്കിലോ അവൻ ആ പ്രതിഫലം ഉണ്ടാകൂല എന്നുള്ളതാണ്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ എത്ര കണ്ട് സൃഷ്ടികളെ പ്രതീക്ഷിച്ച് അവരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി പണിപ്പെടുന്നോ അത്ര കണ്ട് നമുക്കത് ലഭിക്കുകയുമില്ല. നമ്മുടെ ജീവിതം ദുരിതമായി തീരുന്നുള്ളതാണ്. ഇത് ഏത് വിഷയത്തിലും ഏത് ബന്ധത്തിലും നമ്മുടെ അടിസ്ഥാനം അള്ളാഹു ആയിരിക്കണം എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള ബന്ധത്തിൽ പോലും നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ തൃപ്തി ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും നമ്മുടെ ബാധ്യതകൾ പൂർത്തീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ അള്ളാഹുവിനെയാണ് ലക്ഷ്യം വെക്കേണ്ടത്. അല്ലെങ്കിലോ നമ്മൾ ഇതൊക്കെ എടുത്തു പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇത് ചെയ്തു തന്നില്ലേ, അത് ചെയ്തു തന്നില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതയാണ് ചെയ്യുന്നത്. അവൻ ചെയ്യേണ്ട നിർബന്ധിത ബാധ്യതയാണ് അവൻ ചെയ്യുന്നത്. ഒരിക്കലും നിർബന്ധമായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എടുത്തു പറയാൻ പറ്റുമോ? നമ്മൾ എന്തായാലും ചെയ്യേണ്ട വിഷയമാണ്. എന്തായാലും നമ്മൾ ചെയ്യേണ്ട വിഷയം അത് ഔദാര്യം എന്ന നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുത്തു പറയുന്നത്. അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ്. മറിച്ച് നിർബന്ധമായ വിഷയമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ആ നിർബന്ധമായ വിഷയവും ഞാൻ അള്ളാഹുവിന്റെ ഹക്കാണ് ചെയ്തു കൊടുക്കുന്നത്, അള്ളാഹു പറഞ്ഞ ബാധ്യതയാണ് പൂർത്തീകരിച്ചു കൊടുക്കുന്നത് എന്നാണ് ഒരാളുടെ മനസ്സിലുള്ളതെങ്കിലോ, അയാൾക്ക് ഈ പറയുന്ന ആർക്കാണോ ബാധ്യത ചെയ്തു കൊടുത്തത് അവരെന്ത് നിഷേധം കാണിച്ചു കഴിഞ്ഞാലും എന്തുണ്ടാകൂല, പ്രശ്നം ഉണ്ടാകൂല. കാരണം ഞാൻ അള്ളാഹിന്റെ ബാധ്യത പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇതൊക്കെ ചെയ്തത്. അത് മാത്രല്ല, ഒരു വിഷമുണ്ടാകും. ബാധ്യതകൾ കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരു പ്രയാസം മനസ്സിലുണ്ടാകും. റബ്ബേ, നീ എനിക്ക് എന്നിൽ വെച്ച് നിർബന്ധിത ബാധ്യതയാണല്ലോ, ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാവുകയല്ലേ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചില ഉലമാക്കളൊക്കെ പറയുന്നത്, ജോലി സ്ഥലത്ത് ചില ഉലമാക്കളോട് ഫത്വ ചോദിക്കാൻ, ജോലി സ്ഥലത്ത് അനാവശ്യമായി ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ, അത് പാപത്തിൽ എണ്ണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമോ? കാരണം നമുക്ക് തന്നൊരു സമയമുണ്ട്, നമുക്ക് നിർബന്ധിതമായി നീ ജോലി എടുക്കേണ്ടത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അനാവശ്യമായി ഒരു ജോലി ചെയ്യുക എന്നത് അള്ളാഹു നിർബന്ധമാക്കിയ ബാധ്യതയിൽ വരുന്ന വീഴ്ചയാണോ എന്നാണ് ചോദ്യം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാധ്യതകൾ നിർവഹിക്കുക എന്നത് നിർബന്ധമായ വിഷയമാണ്. ഒരാൾ ഒരു സുന്നത്ത് നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തില്ല, അതിന്റെ പേരിൽ കുറ്റം അദ്ദേഹത്തിന് ലഭിക്കൂല. എന്നാൽ നേരെ മറിച്ച് ഇങ്ങനെയുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്തിയാലോ കുറ്റം ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുമ്പോൾ ഇഖ്ലാസോട് കൂടി ചെയ്യുക, നിഷ്കളങ്കമായി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മെ അള്ളാഹുവും ഇഷ്ടപ്പെടും, ജനങ്ങളും ഇഷ്ടപ്പെടും. അല്ല എങ്കിൽ അള്ളാഹുവിന്റെ വെറുപ്പും നമുക്കുണ്ടാകും, ജനങ്ങളുടെ വെറുപ്പും നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ കണിശമായി ചില വിഷയത്തിൽ തീരുമാനം എടുക്കാറുണ്ട്. അവർ മുമ്പും പിമ്പൊന്നും നോക്കൂല, മറിച്ച് പറയുന്നത് കൃത്യമായ ഹക്കായിരിക്കും, പക്ഷെ നമുക്ക് ആ സന്ദർഭത്തിൽ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിച്ചു കൊള്ളുന്നില്ല. എന്നാലും നമ്മൾ കുറെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലാത്തത് നമ്മൾ പറയില്ല. നമ്മൾ പറയും, അന്ന് അയാൾ പറഞ്ഞത് സത്യം തന്നെയാണ്, ഒരു സംശയവും അതിലില്ല. ആ സമയത്ത് നമുക്ക് സ്വീകരിക്കാൻ ഒരു പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പിന്നീട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ പരിശ്രമിക്കേണ്ടത് എല്ലാം അള്ളാഹുവിന് വേണ്ടി ആക്കാനായിരിക്കണം ജീവിതത്തിൽ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. വലാ യഅരിഫു ഹാദാ ഇല്ലൽ മുഅ്മിൻ, ഒരു മുഅ്മിന് മാത്രമേ ഇഖ്ലാസിന് വേണ്ടി പണിയെടുക്കുള്ളൂ എന്നാണ്. അമ്മാ ഗൈറുൽ മുഅ്മിൻ, എന്നാൽ മുഅ്മിനല്ലാത്ത ഒരാൾ ഫലാ യുജാഹിദു നഫ്സഹു അലൽ ഇഖ്ലാസ്, അവൻ ഇഖ്ലാസിന് വേണ്ടി പരിശ്രമിക്കൂല. അവൻ ഇങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ടാകും, അതിൽ ഇഖ്ലാസ് വന്നു ചേരുന്നുണ്ടോ, നിഷ്കളങ്കതയുണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യൂല. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു എന്നാണ്, ഇന്നൽ യഹൂദ യഖൂലൂൻ നഹ്നു ലാ നുവസ്വിസു ഫിസ്സലാ, യഹൂദികൾ പറയാൻ ഞങ്ങൾക്ക് നിസ്കാരത്തിൽ എന്തില്ല, ഒരു വസ്വാസും ഞങ്ങളെ ബാധിക്കാറില്ല.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുകയാണ്, ഞങ്ങൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ ഒരു വസ്വാസും ഞങ്ങളെ ബാധിക്കുന്നില്ല. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഫമാ യസ്നഉ ശൈത്താനു ബിഖൽബിൻ ഖരിബ്, ഹൃദയം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്, മോശമായ ഹൃദയം. ആ ഹൃദയത്തിന് പിന്നെ ഇബ്ലീസിന് എന്താ ചെയ്യാൻ ബാക്കിയുള്ളത്? കാരണം യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർ നാശത്തിലുള്ളത്, അവർ അള്ളാഹുവിന്റെ കോപത്തിനിരയായ ആളുകളാണ്. പിന്നെ അവരെ വസ്വാസാക്കിയിട്ട് ഷെയ്ത്താൻ എന്തെങ്കിലും ലാഭമുണ്ടോ? ഷെയ്ത്താനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്താൻ കൂർമ്മ ബുദ്ധിയുള്ളവനാണ്. ഷെയ്ത്താൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പിഴപ്പിച്ച അന്ന് മുതൽ ഇന്ന് വരെ ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ത്താൻ വളരെ എളുപ്പമാണ്. ഒരാളെ എങ്ങനെ പിഴപ്പിക്കാം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ് പിശാച് എന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടം എന്താണോ അതുകൊണ്ടാണ് പിശാച് ഒരാളെ പിഴപ്പിക്കുക. പണത്തിനിഷ്ടമുള്ള ആളെ സാമ്പത്തികമായിട്ടാണ് പിഴപ്പിക്കുക. അതേ സമയത്ത് ദേഹേച്ഛയെ ഇഷ്ടപ്പെടുന്ന, ലൈംഗികതയെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ആ വഴിക്കാണ് പിശാച് തെറ്റിക്കുക. എല്ലാവരെയും പിശാച് ഒരേ വഴിക്കല്ല തെറ്റിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫശ്ശൈത്താനു ലാ യഅതി ലിയുഖർരിബൽ മഹ്ദൂം, പൊട്ടിപ്പൊളിഞ്ഞ ഒരു കാര്യത്തെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതില്ല? പിശാച് പണിയെടുക്കേണ്ടതില്ല. അതിനെ ഇനി വീണ്ടും മോശമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. വലാകിൻ യഅതി ലിയുഖർരിബൽ മഅമൂർ, പക്ഷെ പിശാച് വരിക ഈമാനുള്ള വിശ്വാസമുള്ള ഒരാളുടെ ഹൃദയത്തിലേക്ക് പിശാച് കടന്നു ചെല്ലുകയും അവന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പിശാച് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ നിഷ്കളങ്കതയെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പാടില്ല. നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. പല മേഖലയിലും, പ്രത്യേകിച്ചും പ്രബോധനത്തിന്റെ മേഖലയിലാണ് പല ആളുകൾക്കും ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകാറുള്ളത്. പ്രബോധനത്തിന്റെ മേഖലയിൽ ചിലപ്പോൾ നമുക്ക് നിർബന്ധിതമായ ചില ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം? ചെയ്തു തീർക്കുക. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ലഭിക്കുമോ? ഇത് നാളെ കൊടുക്കേണ്ടതാണ്, ഇന്ന് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് പൂർത്തീകരിച്ചൊന്ന് കൊടുത്തു കളയാം എന്ന് വിചാരിക്കണമെങ്കിൽ അത് ബാധ്യത പൂർത്തീകരിക്കലാകും. എന്നാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ ഇഷ്ടം, ഇതെല്ലാം നമ്മൾ അതിന്റെ പിന്നിൽ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നിട്ട് പറയാണ്, അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദാൻ, അള്ളാഹുവിന്റെ അടിമയാണ്, വ റസൂലുഹു, അള്ളാഹുവിന്റെ പ്രവാചകനുമാണ്. ഇതിൽ രണ്ട് വിഭാഗക്കാർക്ക് മറുപടി ഉണ്ട്. രണ്ട് പിഴച്ചുപോയ കക്ഷികൾക്ക് ഈ വിഷയത്തിൽ മറുപടി ഉണ്ട്. അതിൽ ഒന്നാമത്തെ കക്ഷി എന്നുള്ളത് റസൂലിന്റെ വിഷയത്തിൽ അതിരുകടന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതൊരു സ്ഥാനമാണോ നൽകേണ്ടത് അതിനും അപ്പുറം സ്ഥാനം നൽകുക. റസൂല് അബ്ദ് എന്നാ പറഞ്ഞത്, അടിമയാണ് ഞാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ എന്താ ചെയ്യുന്നത്? ആ റസൂലിനോടാണ് പ്രാർത്ഥിക്കുന്നത്. റസൂൽ എന്താണോ പറഞ്ഞത്, എന്താണോ ചെയ്യരുത് എന്ന് പറഞ്ഞത്, അത് റസൂലിന്റെ വിഷയത്തിൽ ചെയ്യുന്ന ആളുകൾ. ആ ആളുകൾ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ ആളുകൾ ഞങ്ങളാണ് റസൂലിന്റെ ആളുകൾ എന്ന് പറയുന്നതിൽ യാതൊരു ഇഖ്ലാസും യാതൊരു നിഷ്കളങ്കതയും ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ്. മറിച്ച് റസൂലിന്റെ ആളുകൾ ആകണമെങ്കിൽ എന്താണ് റസൂൽ പറഞ്ഞത് അത് സ്വീകരിക്കണം. റസൂൽ പറയാണ് ഞാൻ അബ്ദാണ്. എന്നാൽ ചില ആളുകൾ പറയുന്നത് എന്താ? ചില ആളുകൾ പാടുന്ന വരികൾ എന്താ? അബ്ദുക്കൽ മിസ്കീൻ, നിന്റെ മിസ്കീനായ അടിമയാണ് ഞാൻ റസൂലെ എന്നാ ചോദിക്കുന്നത്. റസൂലിനെ ഇലാഹ്, റസൂലാണ് ആരാധ്യൻ എന്ന നിലക്ക് റസൂലിനെ വിശേഷിപ്പിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളതെന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമിപ്പിക്കുന്ന, റസൂൽ എന്താണോ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് അതാണ് ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അമിതമായി റസൂലിന്റെ സ്ഥാനം അമിതമാക്കുക, റസൂലിന്റെ വിഷയത്തിൽ അമിതമായി ബഹുമാന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് റസൂലിനെ മഹത്വവൽക്കരിക്കുന്ന ചില പദങ്ങൾ ഉപയോഗിച്ച് അവസാനം റസൂലിനെ എവിടേക്കെത്തിക്കും? അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതൊരിക്കലും പാടില്ലാത്തതാണ്. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഈ ഹദീസിലുള്ളത്. അന്ന മുഹമ്മദൻ അബ്ദുഹു, അടിമയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ വ റസൂലുഹു, അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂലുമാണ്. ചില ആളുകൾ റസൂല് എന്ന സ്ഥാനം തന്നെ കൊടുക്കാത്ത ആളുകളുണ്ട്. റസൂലിന്റെ റിസാലത്തിനെ നിഷേധിച്ച മക്കാ മുശ്രിക്കുകൾ നബി അല്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനല്ല, പ്രവാചകന്റെ യാതൊരു അടയാളവും റസൂലിൽ ഇല്ല എന്ന് ധിക്കാരപൂർവം
അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അഹ്ലുസുന്ന എപ്പോഴും മധ്യമമായ നിലപാടാണ് കാത്തു സൂക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയാണ്. എന്നാൽ എങ്ങനെയുള്ള അടിമയാണ്? നമ്മെ പോലെയുള്ള അടിമകളല്ല, മറിച്ച് റിസാലത്ത് റസൂലിന് ലഭിച്ചിട്ടുണ്ട്, അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ, റസൂലിൽ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില കാര്യങ്ങൾ, ചില മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒരാളുടെ ഷഹാദത്ത് പൂർത്തിയാകണമെങ്കിൽ 4 കാര്യങ്ങൾ ആ ഷഹാദത്തിൽ ഉൾക്കൊള്ളണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ റസൂലായും അള്ളാഹുവിന്റെ അടിമയായും സാക്ഷ്യം വഹിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് ത്വാഅതുഹു ഫീമാ അമറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ കൽപ്പിച്ചത് അത് അനുസരിക്കുക എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂൽ എന്ത് പറയുന്നുവോ അവിടെ നിൽക്കുക. റസൂലാണ് ദീനിനെ കുറിച്ച് പറയേണ്ട, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ വേണ്ടി നിയോഗിച്ച പ്രവാചകൻ. അതുകൊണ്ട് റസൂൽ പറയുന്നത് കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുക എന്നത് ഷഹാദത്തിന്റെ ഭാഗമാണ്. റസൂൽ പറഞ്ഞിട്ടും ഒരാൾക്കത് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ ഷഹാദത്ത് പൂർണ്ണമല്ല എന്നാണ്. അവൻ റസൂലിനെ അംഗീകരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറയുന്നു, എന്നാൽ അതേ സമയത്ത് റസൂലിനെ അനുസരിക്കാൻ അവൻ തയ്യാറല്ല. ഒരാൾ ഒരു വ്യക്തിയെ അനുസരിക്കുന്നത് ആ വ്യക്തിയോട് ഇഷ്ടമുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് റസൂല് പറഞ്ഞത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, റസൂലിനോട് നമുക്ക് ഇഷ്ടമില്ല. ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അറിയിക്കുന്നത്, ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്തിൽ നമുക്ക് കുറവുണ്ട് എന്നതിനെയും അറിയിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലയിലെല്ലാം റസൂലിന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ സാധിക്കുമ്പോഴാണ് ഒരാളുടെ ഷഹാദത്ത് പൂർണ്ണമാവുക. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂല് പറഞ്ഞതാണ് നമ്മുടെ ബൈലോ. ഏതെങ്കിലും ഒരു സ്കൂൾ എന്തെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സ്കൂൾ എന്തെങ്കിലും ഒരു നിയമം പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതൊന്നും എന്തല്ല, നമ്മുടെ ബൈലോയിൽ പെട്ടതല്ല. നമുക്ക് നമ്മുടെ ബൈലോ എന്നുള്ളത് എന്താണോ റസൂല് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേൾക്കുക, അത് അനുസരിക്കുക എന്നതാണ്. അത് പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിന്റെ വിഷയം, അതോടൊപ്പം തന്നെ അവരുടെ ഹെയർ സ്റ്റൈലിന്റെ വിഷയം, ഇതൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ആളുകളാണ് മാതാപിതാക്കൾ എന്ന് പറയുന്ന ആളുകൾ. വളരെയധികം ശ്രദ്ധ ഉണ്ടാകണം. റസൂലിനോട് അവർക്ക് അവരുടെ മനസ്സിൽ മഹബത്തും തഅലീമും ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ്. നിത്യവും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവരിനി ഒരു പ്രായം കഴിഞ്ഞ ആളുകളായാൽ പോലും നസീഹത്തോടുകൂടി അവരെ വിളിച്ചിരുത്തി അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എന്നാൽ പല ആളുകളും ആ വിഷയത്തിൽ പരാജിതരാണ്. മക്കളുടെ വിഷയത്തിൽ പല ആളുകളും പരാജിതരാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ നന്നാകാൻ വേണ്ടി പണിയെടുക്കുകയും നിത്യവും അവർക്ക് നൽകേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഈ സദസ്സിലേക്ക് തന്നെ എത്ര ആളുകളുടെ മക്കൾ എത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കാണ്, വളരെ തുച്ഛമാണ് എന്നുള്ളതാണ്. അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട ഒരു വിഷയമാണ്. അവർ നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് റസൂലിനെ ഇഷ്ടപ്പെടുകയും റസൂൽ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കുകയും റസൂൽ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൺകുളിർമയാണത്. അതുകൊണ്ട് അവരോട് നിത്യവും റസൂലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തേത് തസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പറഞ്ഞത് അത് സത്യപ്പെടുത്തുക എന്നതാണ്. ഒരുപാട് വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് സത്യപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അവിടെ എന്തില്ല, നമ്മുടെ ബുദ്ധിക്ക് ഒരു സ്ഥാനവുമില്ല എന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂൽ പറഞ്ഞിട്ടുണ്ടോ, സമിഅനാ വ അതഅനാ, അത് കേൾക്കുക, അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം നമ്മുടെ ബുദ്ധിക്കോ അതല്ലെങ്കിൽ സയൻസിന്റെ ചില അനുമാനങ്ങൾക്കോ യാതൊരു പ്രസക്തിയും അവിടെ ഇല്ല. ചന്ദ്രൻ പിളർന്നിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ എന്തില്ല, അവിടെ ഈ പറയുന്ന സയൻസിനോ മറ്റോ ഒന്നും നമ്മൾ യാതൊരു ഇടവും നൽകുകയില്ല എന്ന്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ പറഞ്ഞു എന്നത് തന്നെയാണ് അവിടെയുള്ള തെളിവ് എന്നാണ്. മൂന്നാമത്തേത് വജ്തിനാബു മാ നഹാ അൻഹു വസജറ. റസൂൽ വിലക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്.
റസൂൽ ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കണം. ഈ പറയുന്ന 3 കാര്യങ്ങളും ചേരുമ്പോഴാണ് ഒരാൾക്ക് ഷഹാദത്ത് ശരിയായി മാറുക. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 4ാമത്തെ ഒരു വിഷയം, വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. എന്താണോ റസൂൽ ദീനായി പഠിപ്പിച്ചത് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറമൊന്നും നമ്മൾ ചെയ്യാൻ പോകേണ്ടതില്ല. ഈ 4 പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഷഹാദത്തു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നത് പൂർത്തിയാകും. എന്നാൽ ഈ 4 വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ ഷഹാദത്തിലുള്ള വീഴ്ചയാണ്. അത് ഷഹാദത്തിലുള്ള വീഴ്ച മാത്രമല്ല, തൗഹീദിലുള്ള വീഴ്ച കൂടിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നു, അള്ളാഹുൽ വിശ്വസിക്കുന്നു, എന്നാൽ റസൂൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലോ അവന്റെ തൗഹീദ് അത് സ്വീകരിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. അവന്റെ തൗഹീദ് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ റസൂലിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ബിദ്അത്തുകളാണ്. എണ്ണിയാൽ തീരാത്തത്ര ബിദ്അത്തുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിദ്അത്ത് ഓരോ വർഷം കഴിയും തോറും ആ ബിദ്അത്തിന്റെ ഊക്ക് കൂടി വരികയാണ്. ആരാണോ തുടങ്ങി വെച്ചത് അവർക്ക് തന്നെ അത് തടുത്തു നിർത്താൻ സാധിക്കാത്ത രൂപത്തിലാണ് ബിദ്അത്തുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം റസൂൽ പഠിപ്പിച്ചതല്ല, അതിനൊരു ചിട്ട ഉണ്ടാവൂല, അതിന് കൃത്യമായ വ്യവസ്ഥകൾ ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് കയറ് ഊരി വിട്ട കാളയെ പോലെയാണ്. ഇങ്ങനെ എന്ത് ചെയ്യും? അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിന് യാതൊരു അവസാനവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബിദ്അത്തുകളെ കുറിച്ച്, ആ ബിദ്അത്തുകളെ ശക്തമായി നമ്മൾ എതിർക്കേണ്ടതുണ്ട്. ആളുകൾ മനസ്സിലാക്കേണ്ടത് റസൂൽ പഠിപ്പിച്ചത് തന്നെ നമ്മൾ ചെയ്യാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെയും റസൂൽ പഠിപ്പിക്കാത്തത് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും ദീനല്ല. ദീനാകണമെങ്കിൽ റസൂലിന്റെ കയ്യൊപ്പുണ്ടാകണം. റസൂൽ പറയാത്തിടത്തോളം കാലം അത് ദീനായി അംഗീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് സാധിക്കുക തന്നെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്, എന്തൊരു കാര്യം ദീന് എന്ന പേരിൽ സമൂഹത്തിൽ നടമാടുമ്പോൾ അതിന്റെ തെളിവെന്ത്? ഇത് റസൂൽ ചെയ്തിട്ടുണ്ടോ? റസൂലിനെ ഇഷ്ടപ്പെട്ട സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷണ വിധേയമാക്കിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അന്വേഷിക്കുകയും റസൂൽ പറഞ്ഞത് കേൾക്കുകയും റസൂൽ പറഞ്ഞത് സത്യപ്പെടുത്തുകയും റസൂൽ വിലക്കിയത് ചെയ്യാതിരിക്കുകയും റസൂൽ പറഞ്ഞ ഇബാദത്തുകളിൽ മാത്രം കണിശമായി നിലകൊള്ളുമ്പോഴാണ് അവന്റെ റസൂലിനുള്ള ഷഹാദത്ത് അത് കൃത്യമാവുക എന്നാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മളേറെ ശ്രദ്ധ പ്രസ്തുത വിഷയങ്ങളിലൊക്കെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്ത് കൃത്യമായി ശ്രദ്ധിക്കുന്ന, അതോടൊപ്പം തന്നെ തൗഹീദ് കൃത്യമായി ശ്രദ്ധിക്കുന്ന, തൗഹീദും സുന്നത്തും അതോടൊപ്പം ബിദ്അത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും തൗഹീദിലും സുന്നത്തിലുമായി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന അവന്റെ യഥാർത്ഥ മുവഹിദുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.